ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കിപ്പോൾ കുറച്ച് കാലം മുന്നേ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ലാറ്റിൻ NCAP നമ്മുടെ ഇന്ത്യൻ നിർമ്മിത സ്വിഫ്റ്റിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് 0 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയത് എന്ന്. ആക്ച്വലി 2019 മറ്റോ ആണ് ഗ്ലോബൽ NCAP ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന് 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആയിരുന്നു കിട്ടിയിരുന്നത്. എന്തായാലും ലാറ്റിൻ NCAP എന്ന് പറയുമ്പോൾ ശരിക്കും ഗ്ലോബൽ NCAPനേക്കാൾ കുറച്ചും കൂടെ കടുത്ത രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഓവറോൾ ഇതിൻ്റെ കണ്ടീഷൻസ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ് പാസ്സാവാൻ. നമ്മുടെ ഗ്ലോബൽ NCAPനെ ശരിക്കും മറ്റുള്ള NCAPകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യും. ഇപ്പോൾ ലാറ്റിൻ NCAP അല്ലെങ്കിൽ ഏഷ്യൻ NCAP പോലുള്ള NCAPകളുണ്ട്. അതുപോലെ തന്നെ വേറെ പല യൂറോ NCAP ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഗ്ലോബൽ NCAP കുറച്ച് പുറകിലാണ് ഓവറോൾ അവർ ചെയ്യുന്ന ഒരു കണ്ടീഷൻസിൻ്റെ ബേസിസിൽ. എന്തായാലും ലാറ്റിൻ NCAP അത്യാവശ്യം റഫായിട്ടുള്ള കണ്ടീഷൻസിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളുടെ ടെസ്റ്റ് ചെയ്താൽ പോലും അവിടെ മിക്കവാറും 3 or 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടാറ്റ വാഹനങ്ങൾ ഇപ്പം ഇവിടെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ലാറ്റിൻ NCAPൽ പോയി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തന്നെ കിട്ടിയെന്ന് വരുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ഗ്ലോബൽ NCAPൽ ഇപ്പോൾ അവർ ശരിക്കും പെഡസ്ട്രിയൻ സേഫ്റ്റി നോംസ് ഒന്നും ടെസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ അതേസമയം ലാറ്റിൻ NCAPൽ അവർ അതും ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഞാൻ ഈ സ്വിഫ്റ്റിനെ ന്യായീകരിക്കാൻ നോക്കുന്നൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്തായാലും സ്വിഫ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വാഹനം എഗെയിൻ ലാറ്റിൻ NCAPൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. ഇതിൻ്റെ ഓവറോൾ പോയിന്റ്സ് നോക്കാനാണെങ്കിൽ ആക്ച്വലി പോയിന്റ്സിൻ്റെ നിരയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 ആണ്. ഇവർ ശരിക്കും പെർസെൻറ്റേജ് കണക്കിലാണ് ഓരോ വാഹനങ്ങൾക്കും റേറ്റ് ഇടുന്നത്, അതായത് മാർക്ക് കൊടുക്കുന്നത്. ഇതിലിപ്പം ഡ്രൈവറിന് പറ്റിയിരിക്കുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ടുള്ള നമ്മൾ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഫ്രണ്ട് പാസഞ്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഈ വാഹനത്തിന് 16% ആണ് ഔട്ട് ഓഫ് 100ൽ കിട്ടിയിരിക്കുന്ന സ്കോർ. ആൻഡ് ഈ ചൈൽഡ് സേഫ്റ്റിക്ക് ശരിക്കും ഇതിന് വളരെ പോറാണ്. അവർ ടെസ്റ്റ് ചെയ്തത് ഈ VXI വേരിയൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു മിഡിൽ വേരിയൻ്റ് ആണ്, ശരിക്കും സെക്കൻഡ് ബേസ് മോഡലാണിത്. അതിൽ അവർ ചൈൽഡ് സീറ്റ് മൗണ്ട്സ്, അതായത് ISO ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ ലാറ്റിൻ NCAP തന്നെ അവരുടേതായ രീതിയിലൊരു സീറ്റ് എടുത്ത് ചൂസ് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും ചൈൽഡ് സേഫ്റ്റിക്ക് ഈ വാഹനത്തിന് കംപ്ലീറ്റ് 0% ആണ് ഇത് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പെഡസ്ട്രിയൻ സേഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും സ്വിഫ്റ്റ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മാരുതി ശരിക്കും അകത്തിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി അത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ലെങ്കിലും പുറത്തോടെ നടന്നു പോകുന്ന പെഡസ്ട്രിയൻസിൻ്റെ സേഫ്റ്റിക്ക് അവർ മാക്സിമം സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് ഈ വാഹനത്തിന് 66% ആണ് ഔട്ട് ഓഫ് 100ൽ കിട്ടിയിരിക്കുന്ന മാക്സിമം സ്കോർ. ഈ വാഹനം അവർ ഫ്രണ്ടൽ ഇമ്പാക്റ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അൺസ്റ്റേബിൾ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിനെ രേഖപ്പെടുത്തിയത്. എന്തായാലും ഫ്രണ്ടൽ ഓഫ്സെറ്റ് ക്രാഷിൽ അല്ലെങ്കിൽ ഓവറോൾ ക്രാഷിൽ ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് 7% ആണ് ഔട്ട് ഓഫ് 100. സോ അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ സ്കോർസ് തീരെ ഇംപ്രസീവ് അല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ലാറ്റിൻ NCAP ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾ അങ്ങനെ അധികം ടെസ്റ്റ് ചെയ്യാറില്ല. ശരിക്കും മറ്റേത് വാഹനം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അധികം മെയ്ഡ് ഇൻ ഇന്ത്യ കാർസ് ഒന്നും അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഗ്ലോബൽ NCAP തന്നെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ കാർസ് ടെസ്റ്റ് ചെയ്യാറ്. ആൻഡ് ഇതാണെങ്കിൽ പോലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സ്വിഫ്റ്റ് ആണ് അവർ ടെസ്റ്റ് ചെയ്തത്. ഇനി പറഞ്ഞു വരുമ്പം ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ ഒരു വാഹനത്തിൻ്റെ VXI വേരിയൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സേഫ്റ്റി ഫീച്ചർ ഒന്നും തന്നെ അവർ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് 2021 സ്വിഫ്റ്റ് ആണ് അവർ എടുത്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്കെന്തോ അത് കണ്ടിട്ട് ഫേസ് ലിഫ്റ്റ് മോഡൽ സ്വിഫ്റ്റ് പോലെ തോന്നിയില്ല. ഒരു പക്ഷേ അവിടെ ഉള്ളത് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ സ്വിഫ്റ്റ് ആയിരിക്കാം. നമ്മുടെ ഇവിടെ ഉള്ള ഫേസ് ലിഫ്റ്റ് മോഡൽ അല്ല എന്തായാലും അവർ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും VXI മോഡൽ ഇപ്പോഴുള്ള സ്വിഫ്റ്റിലാണെങ്കിൽ പോലും ഒരുപാട് അവരങ്ങനെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ആഡപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഫ്രണ്ടിലുള്ള ഒരു ക്രോം ബാർ മാത്രമാണ് VXI വേരിയൻറ്റിൽ ഇപ്പോഴും അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഹിൽ സ്റ്റാർട്ടർ സിസ്റ്റം അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളൊക്കെ എല്ലാം ടോപ്പ് മോഡൽസിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി ആക്ച്വലി ആ സമയത്ത് അവർ സ്വിഫ്റ്റ് മാത്രമല്ല Renault ഡസ്റ്റർ കൂടി ടെസ്റ്റ് ചെയ്തിരുന്നത്. 2021 മോഡൽ ഓവറോൾ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ സെക്കൻഡ് ജനറേഷൻ ഡസ്റ്ററാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഡസ്റ്റർ അല്ല ടെസ്റ്റ് ചെയ്തത്, ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ ഇപ്പം നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഡസ്റ്ററാണ് ടെസ്റ്റ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് പ്രീ ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ ടെസ്റ്റാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകൾ സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഈ ഡസ്റ്ററിനും 0 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ സ്കോർസ് നോക്കുകയാണെങ്കിൽ അത് സ്വിഫ്റ്റിലും കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാണ്. രണ്ടും ഒരേ സെഗ്മെൻ്റ് ഒന്നും അല്ല എന്നറിയാം, പക്ഷേ എന്നാലും 0 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് 2 വാഹനങ്ങൾ എന്ന രീതിയിൽ ലാറ്റിൻ NCAPൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ട്സ് വെച്ച് നിങ്ങൾക്കൊരു കമ്പാരിസൺ നടത്തണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ രണ്ടൊരു കമ്പാരിസൺ പോലെ സ്ക്രീനിൽ ആഡ് ചെയ്തത്. എന്തായാലും ഗൈസ്, ഈ വീഡിയോയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ടായിരുന്നല്ല നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.